നമ്മൾ ഈ ഡിസംബർ 31 മുമ്പ് എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഡിക്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഇങ്ങനെ കണ്ടായിരുന്നു. അതായത് റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്താണത്, എന്താ സംഭവം അത്? അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. അതായത് NRI സ്റ്റാറ്റസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വാർത്തയല്ല അത്. അതായത് ഇന്ത്യൻ റെസിഡൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അത് ദുബായിലെ പ്രോപ്പർട്ടിയോ UAE പ്രോപ്പർട്ടിയോ അല്ല ഉദ്ദേശിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടോ, ഈവൻ നമ്മുടെ സ്വിസ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ പഴയ കഥകൾ, അതേപോലുള്ള ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ അങ്ങനെ അതിനകത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ വിദേശത്തുള്ള മുഴുവൻ അസറ്റും ഈ ഡിസംബർ 31 മുമ്പ് ഡിക്ലെയർ ചെയ്യണം എന്നുള്ള ഒരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു വാണിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാര്യം അവർ ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് ഇപ്പോൾ വിദേശത്തുള്ള പല രാജ്യങ്ങളുടെയും ഡാറ്റാസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ദുബായ് റിയൽ എസ്റ്റേറ്റിലെ എല്ലാ ഡാറ്റാസും ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ദുബായിലെ അല്ലെങ്കിൽ വിദേശത്ത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചതുകൊണ്ട്, AI പോലുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ഷോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചാണ്, അവൻ UK കമ്പനി തുടങ്ങിയിട്ട് UK അവൻ ഫണ്ട് മേടിക്കുന്നതും അവിടുത്തെ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത്. എന്നാൽ അവൻ ഇന്ത്യൻ റെസിഡൻ്റാണ്. അവൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവനത് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അവൻ ഈ 10 ലക്ഷം പെനാൽറ്റിയും, അവിടെ ഇപ്പോൾ എത്ര അവിടെ ആ കമ്പനിയുടെ വാല്യൂ എത്രയുണ്ടോ അതിൻ്റെ 30% ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിൻ്റെ ഒരു 3 ഇരട്ടി അവൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് ഒരുപാട് പേര്, പ്രോപ്പർട്ടി എന്നല്ല, ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കമ്പനികൾ ഓപ്പൺ ചെയ്യുകയും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ ഡേഞ്ചറായിട്ടൊരു കാര്യമാണ്. അവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. എനിക്കൊന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു, ദുബായിൽ ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് ദുബായിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് എൻ്റെ ഫണ്ടെല്ലാം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്ന് പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്നോടും പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അത് കാരണമായിരിക്കും ഈ പണി കിട്ടുന്ന കൂടുതൽ ആൾക്കാർക്ക്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. ഇപ്പോൾ ദുബായിൽ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അതായത് പേഴ്സണൽ അക്കൗണ്ടിലാണ് പൈസ എന്നുണ്ടെങ്കിൽ ദുബായിൽ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ കോർപ്പറേറ്റ് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ടിലാണെങ്കിൽ 9% അവിടെയും കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ് അല്ല കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ട്. ഓരോരോ ട്രാൻസാക്ഷനും 5% വാറ്റും വരുന്നുണ്ട്. അതുകൂടാതെ പേഴ്സണൽ അക്കൗണ്ടിലാണെങ്കിൽ ഈ പറഞ്ഞ ടാക്സ് ഒന്നും ദുബായിലില്ല, പേഴ്സണൽ ടാക്സ് ഒന്നും തന്നെ ദുബായിലില്ല. പക്ഷേ ഇന്ത്യൻ റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഫണ്ട്, എനിക്ക് ഇന്ന പോലെ ഒരു അക്കൗണ്ട് ദുബായിലുണ്ടെന്നും അവിടെ ഇന്ന ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്നും അവിടെ ഇത്ര അക്കൗണ്ട് ഇത്ര ബാലൻസ് അതിനകത്തുണ്ടെന്നും അതാത് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിക്ലെയർ ചെയ്തതിൻ്റെ ഒരു അപ്രിസിയേഷനൊക്കെ വെച്ചിട്ട് നമ്മളൊരു 30% ഇൻകം ടാക്സ് അടച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. അതല്ല ഡിക്ലെയർ ചെയ്യാതെ അവരായിട്ടാണ് പിടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ പിടിക്കുന്ന സമയം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ കിട്ടും. ദെൻ ആ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിൻ്റെ 30% ഇൻകം ടാക്സ് അടപ്പിക്കും. ദെൻ ആ 30%ൻ്റെ 3 ഇരട്ടി പെനാൽറ്റി അടപ്പിക്കും. അപ്പോൾ കയ്യിലുള്ളെല്ലാം പോയി കിട്ടും. 1 കോടി രൂപ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ 1,20,00,000 രൂപ ഇവിടെ ഫൈൻ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുറെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് നമ്മളുടെ കാലിക്കറ്റ് ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഹോട്ടൽ, അദ്ദേഹം ദുബായിൽ ഹോട്ടൽ നടത്തി നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ ഏൺ ചെയ്തു. പക്ഷേ അയാൾ ഈ റെസിഡൻറ്റ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ പല ആളുകളും ദുബായിൽ കമ്പനി ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഇതേപോലെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അവർ റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. റെസിഡൻറ്റ് സ്റ്റാറ്റസിൽ നിന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ലീഗലി ബുദ്ധിമുട്ട് തന്നെയാവും. അതായത് ദുബായിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പ്രിഫറബിളി ദുബായിൽ അല്ല ഇന്ത്യക്ക് പുറത്ത് നിൽക്കുക. ദുബായിൽ തന്നെ നിൽക്കണമെന്നില്ല, ടോട്ടൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് 152 ദിവസം നിന്നാൽ മതി എന്നാണ് പറയുന്നത്. ദുബായിൽ തന്നെ നിൽക്കണമെന്നില്ല, വേറെ ഏത് രാജ്യത്ത് വേണമെങ്കിലും നിൽക്കാം. അതൊരു എന്തായാലും ഇതാണ്. ഈ പല രാജ്യങ്ങളിലും നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആണ്. ഇപ്പോൾ US പോയാലും കാനഡയിൽ പോയാലും ഇവിടെയൊക്കെ UK ആണെങ്കിലും പല സ്ഥലത്തും നമുക്കൊരു ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് റിയാൽട്ടർ വഴി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഐ ക്യാൻ ഡയറക്ട്ലി സെൽ ടു എനി വൺ. ദുബായിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ദുബായിൽ എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം? ദുബായിൽ നമുക്ക് സിസ്റ്റം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രിലിമിനറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രിലിമിനറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഡയറക്റ്റ് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ അതിന് ബിറ്റ്വീൻ ഏജൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഇപ്പോൾ എന്നെ പോലുള്ള ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ പറഞ്ഞ ഷോബയോ ഡമാക്കോ എംആർഒ എവിടെ വേണമെങ്കിലും നേരിട്ട് പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പക്ഷെ അത് റീസെയിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ സഹായം അവിടെ കൂടിയേ തീരുള്ളൂ. കാര്യം അതിൻ്റെ ഇപ്പം അവിടുത്തെ പരസ്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പോലും അവിടെ അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ ആധാര എഴുത്തുകാർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ചെയ്യുന്ന പണി മുഴുവൻ അവിടെ ചെയ്യുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാണ്. സോ ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടൊരു സംഭവമല്ല. വളരെ എക്സാമൊക്കെ പാസ് ചെയ്ത് അതിന് കൃത്യമായിട്ട് ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് ഒരു കമ്പനി തുടങ്ങണേക്കെ പാടാണ് അവിടെ ഒരു ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് പോലീസ് വെരിഫിക്കേഷനും എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരാളുകളുടെ സഹായത്തോടെ മാത്രമാണ് ഇത് റീസെല് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെയും പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ വളരെ ലിമിറ്റഡായിട്ടേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരുടെ ഒരു അപ്പർ ഹാൻഡ് കിടക്കുന്നത്. അപ്പോൾ വിൽക്കാനായിട്ട് അതുപോലെ തന്നെ തോന്നിയ പോലെ 100 ഏജൻറ്റുമാരെ 200 ഏജൻറ്റുമാരെ ഒന്നും നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ദുബായിൽ ഏൽപ്പിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് പരമാവധി 3 ബ്രോക്കേഴ്സിനെ, ആ 3 ബ്രോക്കേഴ്സിന് നമ്മൾ എഗ്രിമെൻറ്റ് കൊടുത്ത് NOC കൊടുത്ത് ആ 3 ബ്രോക്കേഴ്സിന് മാത്രമായിരിക്കും ആ പ്രോപ്പർട്ടി സെല് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ദുബായിൽ ഉണ്ട്. പക്ഷേ പ്രിലിമിനറി മാർക്കറ്റിൽ ഈ പറഞ്ഞ ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല.